കൃഷ്ണദാസ്. അലക്സാണ്ടറിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? പറയടാ. Sir, we are losing time. കൃഷ്ണദാസ്, അലക്സാണ്ടർ എവിടെ? മരണപ്പെട്ടവർ ജീവിക്കുന്നവരെ സഹായിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. അലക്സാണ്ടർ അവനെയായിരുന്നു ആദ്യം കൊല്ലേണ്ടിയിരുന്നത്. കൃഷ്ണദാസ്, തനിക്ക് സംഭവിച്ച നിർഭാഗ്യത്തിന് നീതീകരണമില്ല. ബട്ട് 3 പേര് മരിച്ചു കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും നിർത്തിക്കൂടെ? സർ, കൃഷ്ണദാസ് ഒന്നും സംസാരിക്കുന്നു തോന്നുന്നില്ല സർ. കൂടെ പിടിക്കപ്പെട്ടവരൊക്കെ കേരളത്തിന് പുറത്തുള്ള ഹയറ്റ് മസിൽസാ. അവർക്ക് കിട്ടിയിട്ടുള്ള കാശ് പോലും സബ് കോൺട്രാക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളതാ. അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാന്നൊന്നും അറിയില്ല. ശരി സർ. സർ. So, what's next? ഒരു വലിയ പാട്ടുകാരനാകുമെന്ന് ലോകം മുഴുവൻ പറഞ്ഞൊരു കലാകാരനാണ് അകത്തിരിക്കുന്നത്. കൃഷ്ണദാസിന് എത്രയും പെട്ടെന്ന് നമ്മുടെ കസ്റ്റഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. So, ജീവിച്ച് മതിയായ ഒരു മനുഷ്യനെ നമ്മളിനി എന്ത് പറഞ്ഞ് ഭയപ്പെടുത്താൻ? അയാളുടെ കണ്ണുകളിലുണ്ടെല്ലാം. അയാൾ പണ്ടേ ദുഷ്ടനാണ് സാറേ. എന്റെ മകൻ തല തെറിച്ച പോലെ ഇയാളുടെ ഒറ്റ കുഴപ്പം കൊണ്ടാ സാറേ. അയാള് കാരണം അവൻ ചാകുകയും ചെയ്തു. അയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിട്ടുണ്ട് സാറേ. കല്യാണത്തിനൊക്കെ മുൻപ് ലാബില് മൃതദേഹം കുഞ്ഞുങ്ങൾക്ക് എടുത്ത് കൊടുക്കൂലേ പഠിക്കാനായിട്ട്, ആ പണിയായിരുന്നു. അയാൾക്കിപ്പോ ഒന്നും ഓർമ്മയില്ലെന്നാ പറയണ. ഓർമ്മ ഉണ്ടെങ്കിലും അയാൾ ഒന്നും പറയൂല സാറേ. സാറേ, ഒരു കാര്യം പറയാനില്ലായിരുന്നു. മെഡിക്കൽ കോളേജിലെ കാര്യം ചോദിച്ചോണ്ട് 5-6 മാസം മുന്നേ ഒരു ചെറുപ്പക്കാരൻ വന്നായിരുന്നു. വെളുത്തിട്ട് പൊക്കമുള്ള ഒരാളായിരുന്നു സാറേ. തൃശ്ശൂർ എങ്ങാണ്ടുള്ള ഏതോ ഒരു ഹോസ്പിറ്റലിലാന്നാ പറഞ്ഞേ. ഒരു ഡോക്ടർ രാഘവൻ അല്ലേ? അതെ. ആരാ സാറേ? ആ കൊച്ചിനെ പെങ്ങള് ആ കാലത്ത് അവിടെ പഠിച്ചിരുന്നെന്നോ. അയാളൊരു പേര് പറഞ്ഞായിരുന്നല്ലോ. സുജ എന്നാ പറഞ്ഞ. ആ പെങ്കൊച്ച് ആത്മഹത്യ ചെയ്തെന്ന അതിനെ പറ്റിയൊക്കെ വല്ലതും അറിയാവുന്നൊക്കെ ഇങ്ങേരോട് കുത്തിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നും പറഞ്ഞത് അങ്ങേർക്കൊന്നും ഓർമ്മയില്ലെന്നാ. ഇയാളാണോ? ആ, ഈ പയ്യനാണ് സാറേ. SM ഹോസ്പിറ്റൽ.